ഹലോ, എൻ്റെ യാത്രകൾ ഷാനവാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിതാ പാലക്കാട്ടേക്ക് പോകണേ. അവിടെ ഒരു ഫാം കാണാൻ വേണ്ടിയിട്ട് പോകണേ. ഫാമിലി ട്രിപ്പാണ്. ഞങ്ങൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനത് നമ്മൾ വീട്ടിൽ നിന്ന് അതിരാവിലെ അതായി ഇറങ്ങി നമ്മളെ വീട്ടിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇത് നമ്മൾ താഴെ കൂടി ഇങ്ങനെ കാടാമ്പുഴ വഴിയാണ് പോകുന്നത്. അവിടെ ഒരു ഡക്കിൻ്റെ ഫാം കാണാനാണ് പോകുന്നത്. താറാവിൻ്റെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, നിഷാദ് എന്ന് പറയും, അവനെ കാണാനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ MK നഗർ വഴി അങ്ങനെ കാടാമ്പുഴ അങ്ങനെ പെരിന്തൽമണ്ണ അടിപ്പുറം അങ്ങനെ പോകണേ. ഇത് നമ്മൾ രാവിലെയാണ് പുലർച്ചെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ റോഡൊക്കെ കാലിയാണ്. പിന്നെ പോക്കറ്റ് റോഡ് കൂടിയൊക്കെയാണ് പോകുന്നത്. പാങ് വഴിയൊക്കെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അവിടുന്ന് വേറെ വഴി റൂട്ട് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അങ്ങനെ പോവാണ്. വേറെ റൂട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. അങ്ങനെ നമ്മൾ മാറാക്കര AC നിരപ്പ് എത്താനായി. AC നിരപ്പിൻ്റെ അടുത്താണത്. AC നിരപ്പ് ഹോസ്പിറ്റലാണത്. മാറാക്കര ഗവൺമെൻറ് ആശുപത്രി. അങ്ങനെ നമ്മൾ കാടാമ്പുഴ എത്താറായിരിക്കുന്നത്. ഗവൺമെൻറ് UP സ്കൂളാണ് കാടാമ്പുഴ ഈ കാണുന്നത്. ഇവിടെ അടുത്ത് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ കാടാമ്പുഴ എത്തി. കാടാമ്പുഴ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണിത്. കാടാമ്പുഴ ക്ഷേത്രമാണിത്. പ്രശസ്തമായ ക്ഷേത്രം. നമ്മൾ പാങ് വഴിയാണ് പോകുന്നത് പെരിന്തൽമണ്ണയ്ക്ക്. പെരിന്തൽമണ്ണ എന്നാണ് നമ്മൾ പാലക്കാട് ഫാമിലേക്ക് പോകുന്നത്. പാങ് റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. കാടാമ്പുഴ പാങ് റോഡാണ്. അങ്ങനെ നമ്മൾ പാങ് ചേണ്ടിയിലെത്തിക്കുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റിക്കുള്ള റോഡാണ് പെരിന്തൽമണ്ണക്കുള്ളത്. പാങ് ചേണ്ടി വഴിയാണ്. പൂച്ച ഉണ്ടാവും. പൈസ ഉണ്ട് എൻ്റെ അടുത്ത്. പൈസ ഉണ്ടെങ്കിൽ കിട്ടും. എൻ്റെ അടുത്ത് പൈസ ഇല്ല. പൂച്ചനാകഞ്ഞി എൻ്റെ അടുത്ത് പൈസ ഇല്ല. എനിക്കൊരു പാമ്പിനാക്കി തരാം. ഇതാ നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞു പോകണം. വളാഞ്ചേരിക്ക് വലത്തോട്ടാണ്. ഇടത്തോട്ടാണ് നമുക്ക് പെരിന്തൽമണ്ണക്ക് പോകാനുള്ളത്. ഞാൻ സ്നേഹിതനോട് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാൻ രാവിലെ എത്താമെന്നാണ്. അതുകൊണ്ട് തന്നെ രാവിലെ പുറപ്പെട്ടു. പക്ഷേ ഇനി അവിടെ എത്തുമ്പോൾ തന്നെ നല്ല വെയിലാവും. പാലക്കാട് എത്തണം.
നിഷാദ് ഭായ് എന്നാണ് അവൻ്റെ പേര്. നിഷാദ് പാലക്കാട് നിന്നുള്ള യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അത് വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അങ്ങനെ നമ്മൾ പടപ്പറമ്പെത്തിയിരിക്കുന്നത്. പടപ്പറമ്പെന്ന് നമ്മൾ റൈറ്റിലേക്കാണ് പെരിന്തൽമണ്ണക്ക് തിരിഞ്ഞു പോകേണ്ടത്. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് വണ്ടികൾ പോണ്. പടപ്പറമ്പ് ടൗണാണിത്. പെരിന്തൽമണ്ണ വഴി നമ്മൾ പാലക്കാടേക്കാണ് പോകുന്നത്. ഇനിയുണ്ട് ഈ റോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ അങ്ങാടിപ്പുറത്തേക്കുന്നത്. നമ്മളെ മുമ്പത്തെ എപ്പിസോഡിൽ നിലമ്പൂർ ട്രിപ്പിൽ നമ്മളിവിടെ ട്രെയിനിന് വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. നമ്മൾ പെരിന്തൽമണ്ണെന്ന് വേറെ റോട്ടിന് തിരിഞ്ഞ് അങ്ങനെ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണെന്ന് തിരിഞ്ഞ് ചെറുപ്പശ്ശേരി റോഡാണ്. ചെറുപ്പശ്ശേരി റോഡിന് പോയിരിക്കുകയാണ്. ചെറുപ്പശ്ശേരി റോട്ടിലാണ്. എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ്. തൽക്കാലം പമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി റോഡാണ്. ഫ്രഷ് ആവാൻ വേണ്ടി ഒരു ബാത്റൂമൊക്കെ നോക്കി പമ്പിൽ നിർത്തിയാണ്. അങ്ങനെ നമ്മൾ തൂതപ്പുഴ എത്തിക്കുന്നത്. തൂതപ്പുഴ പാലാണിത്. നല്ല ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് ഇവിടെ. പാലെടുത്തു പാലം. എന്താ റോഡ് നന്നാക്കാൻ വീതി വിട്ടാണ്. പാലം കൊണ്ട് നമ്മൾ അടക്കാപ്പുത്തൂര് കഴിഞ്ഞ് കോങ്ങാട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് കാട്ടുകുളം വലത്തോട്ടാണ്. നമ്മളിപ്പോ ഇതാ ഇവിടെ തിരിക്കണ എവിടെയാണ്? ഇത് താൽക്കാലിക ഷെഡാണ്. പശുവിനുള്ള പോത്തുകൾക്കൊക്കെ ഉള്ള ഷെഡ്. ഇതാണ് പുല്ല് കൃഷി. അവിടെ വാഴ അവിടെ പണിക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. നിഷാദ് ഭായി ഞങ്ങൾ അവിടെ ഉണ്ട്. ഇതും പുല്ലാണ്. ഇവിടുന്ന് ഇങ്ങനെ എന്താ വന്നിട്ടുണ്ട്. താറാവിൻ്റെ അവരിവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. താറാവുകൾ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ദർഗ എന്താ പോലെ ഉണ്ട്. ഇതാണ് ആ ദർഗ എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഇങ്ങനെ ഇങ്ങോട്ട് കയറിയാൽ താറാവിനല്ല, അവർക്ക് ഇങ്ങനെ കയറി പോവാം. അപ്പോൾ വൃത്തിയാവും. നമ്മളെ സുഹൃത്ത് നിഷാദ് ഭായ് നമ്മളെ അടുത്തേക്ക് വന്ന് അവന് ഇവിടെ പോയതായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നു. അവനായിട്ട് കുറേ സംസാരിച്ചിരുന്നു ഞങ്ങൾ.
പോത്തിനൊക്കെ പുല്ല് കൊടുക്കുകയാണ്. കുട്ടികളും മോളൊക്കെ കൂടി ഇതാ പോത്തിന് പുല്ല് കൊടുക്കുകയാണ്. നിഷാദ് ഇതാ പുല്ലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പുല്ല് പോത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം പുല്ലും ഇതൊക്കെ ഇവിടെ വെട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ കഴിക്കാം. അവർക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ളത് ഇവിടെ ഉണ്ട്. നമ്മളെ നിഷാദ് ആണ് ഈ ഫാമിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പുള്ളി ഫുൾ ടൈം ഇതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് തിരക്കിലാണ് എപ്പോഴും. പിന്നെ ഇത് ഇവിടെയൊക്കെ ഇതാണ് ഇവിടുത്തെ അതിർത്തി. ഇതിൻ്റെ മുകളിൽ ഇവിടെ നമ്മൾ റോഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, വഴീൻ്റെ കാര്യം. ഇതാണ് ഇവിടെ നമ്മളെ പഴയ വീട്. ഇതിൻ്റെ മുകൾക്ക് ഈ ഭാഗത്ത് അതിലാണിപ്പോൾ നമ്മളെ പണിക്കാരൊക്കെ താമസിക്കുന്നത്. ഇതാ നമ്മളെ ഷെഡിൻ്റെ പരിപാടികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതെന്തിനാണ്? താറാവിനുള്ള കൃഷി, താറാവിനുള്ള ഷെഡാണ്. ഇന്ന് പണിക്കാരൊന്നുമില്ല, ഞായറാഴ്ച ആയതുകൊണ്ടാണ്. അതാ ഞങ്ങൾ നിഷാദ് ഭായിൻ്റെ ഒപ്പം ഫാമിൽ നിന്ന് പുറത്ത് പോന്ന്. ഇതാണ് ഇനി നമുക്ക് അതിലേക്ക് വരുന്ന റോഡ് വഴിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾക്ക് വേറൊരു ഫാം, ഒരു മീൻ വളർത്തുന്ന ഫാം ഉണ്ട് എന്ന് പറഞ്ഞ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണം. അതും നിഷാദ് ഭായിൻ്റെ ഒരു സംരംഭം തന്നെയാണ്. നിഷാദ് ഭായ് ഇതാ പണിക്കാർക്കുള്ള കൂലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിഷാദ് ഭായ് അപ്പോൾ ഇതാ നമ്മൾ വഴിയുടെ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ ഫാമിൻ്റെ പുറത്ത് കൂടി ഒന്ന് വന്ന് നോക്കിയാണ്. ഇവിടെ തന്നെ നമ്മൾ ആ വഴി പറഞ്ഞിട്ടുള്ളത്. ഇതൊരു വീട്ടുകാരാണ്. ഈ വീട്ടുകാർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വഴി കിട്ടും. ഈ മാവിൻ്റെ ചുവട്ടിൽ ഇവിടെ ഇങ്ങനെ ഒരു ടെൻറ്റോ ചെറിയ വീട് കിട്ടണമെങ്കിൽ വളരെ നല്ലതാണ്. ഫാമിൻ്റെ കാഴ്ചയൊക്കെ കിട്ടും അവിടുന്ന്, പാടത്തേക്കുള്ള കാഴ്ചയൊക്കെ കിട്ടും അവിടെ ഒരു ചെറിയത് കിട്ടിയാൽ. ഓഫീസിലേക്ക് ഇങ്ങനെ മണ്ണൂര് ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വൈബുള്ള സ്ഥലം കണ്ടു. അപ്പോൾ അതാ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഫാമിൽ നിന്ന് പോകുന്നത് നമ്മൾ നിഷാദ് ഓഫീസിലേക്ക് ഒന്ന് പോവാണ്. അങ്ങനെ നമ്മളെ ഫാം കണ്ട് ഇതാ ഇനി നമ്മളൊരു കോറി കാണാൻ പോവാണ്. കോറിയിൽ മീൻ വളർത്തി കേന്ദ്രം ഉണ്ട് നിഷാദ് ഭായി, അവിടേക്ക് പോകണം. നല്ല കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള യാത്രയാണ് ഇപ്പോൾ. അത് നല്ല കാടാണ്, വെറും കാട്. അതിൻ്റെ ഉള്ളിൽ കൂടി തല പുറത്തേക്കിടാതെ പോവാണ്. തല പുറത്തേക്കിടണ്ട, തല പോവും, ആ മരത്തുമ്പോൾ പോയി കുത്തും. നിഷാദ് ഭായി മുന്നിൽ പോകുന്നുണ്ട് ബൈക്കിൽ. കാടിൻ്റെ ഉള്ളിലൂടെ അതിമനോഹരമായ ഒരു യാത്രയാണ്. കോറി കാണാൻ പോകണം. മൂപ്പരെ ഒരു മീൻ കൃഷിയും കാര്യങ്ങളും കോറിയൊക്കെ കൂടി ഉണ്ട്. അവിടേക്കാണ് ഇപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുന്നത്. കാറ് അവിടെ നിർത്തി. ഇവിടെ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ്. മീൻ കൃഷി കാണാൻ പോവാണ്. ഇതവിടെ കോറി. കോറിയുടെ അടുത്തെത്തി നമ്മൾ മീൻ കൃഷിയുടെ അടുത്താണ്. നിഷാദ് ഭായിൻ്റെ മീനിൻ്റെ പ്രൊജക്റ്റിൽ ഇവിടെ എത്തി. ഇതാണ് ഷെഡ്, ഇതാണ് ഗേറ്റ്, മെയിൻ ഗേറ്റ്. ഇവിടുന്ന് ഇങ്ങനെ റോഡ് വരുന്നത്. ഇവിടെ മീൻ കൃഷിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അവിടെ താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കുളം. മീനിൻ്റെ വലിയൊരു കോറി കുളമാക്കി മാറ്റിയതാണ്. ഒരു മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. തീറ്റ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് പുള്ളി. മീൻ തീറ്റ കൊടുക്കലും ഇപ്പോൾ നടക്കും, അതിന് വേണ്ടി വരിക പുള്ളി തീറ്റ കൊണ്ടുവരണം മീനിൻ്റെ. ക്യാമറ ഇത്ര കാണണ്ട വന്നിട്ടില്ല. ഇട്ടെടുത്ത് പക്ഷെ ആരും വന്നിട്ടില്ല. വരുന്നുണ്ട് ഓരോരുത്തർ. അതാ അതാ നിഷാദ് പോയതാ മീനിന് തീറ്റിട്ടെടുക്കണേ. അതാ ഇഷ്ടം പോലെ ആൾക്കാർ മൂപ്പരിട്ടെടുത്തൊക്കെയാണ് എല്ലാവരും വന്ന്. അതാ അങ്ങനെ ഇട്ട് കൊടുക്കടി ദൂരത്തേക്ക്.
നിറയെ മീനുകളുണ്ട് കേട്ടോ. എത്ര വിട്ടണ ഇതില്? 10,000 മീനുണ്ട് അല്ലേ? ഉറപ്പൊന്നുമില്ല, പഠനം നടത്തിയിട്ടൊന്നുമില്ല. അല്ല, അതൊക്കെ അന്വേഷിച്ച് പിടിച്ചിട്ടല്ലേ ചെയ്യണ്ടേ? എവിടെ ബോട്ട്? അത് ശരി. അപ്പൊ രസാ. വെള്ളം നിറയെ വേണം. അപ്പൊ ഇതാണ് ആ വീട്. ഇവിടെ താമസവും വെള്ളവും കാര്യങ്ങളും സൗകര്യമൊക്കെ ഉണ്ട്. ശരി. അങ്ങനെ നമ്മൾ നിഷാദ് ഭായിൻ്റെ കൂടെ ഒരു പാർക്കിക്ക് വന്നതാണ്. ഞങ്ങൾ നിഷാദ് ഭായിൻ്റെ അടുത്തൊരു പാർക്ക് കാണാൻ വേണ്ടി വന്നതാണ്. പാർക്കിൽ കയറാൻ വേണ്ടി, കുട്ടികളൊന്ന് പാർക്കിൽ കയറ്റിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. പാർക്കില്ല, പാർക്കുണ്ട്. അവിടെ നിന്ന് കാണാൻ പറ്റുമോ? നമ്മൾ കയറ്റുമോ? ഇതാണ് നമ്മൾ പറഞ്ഞ പാർക്ക്, ഇൻലാൻഡ് ചിൽഡ്രൻസ് പാർക്ക്. അവർക്കാണ് ഞങ്ങൾ പോണത്. ഒന്നും കാട്ടില്ലടി, ഒന്നും കാട്ടില്ല. ഇതവിടെ ഒരു കോറിയൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്താണ് ഈ പാർക്ക്, ഇൻലാൻഡ് ചിൽഡ്രൻസ് പാർക്ക്. ഇതാ. അപ്പോൾ എനിക്ക് ചേച്ചി, ഇതാണ് നമ്മളെ പാർക്ക്. കുട്ടികൾക്ക് ഇവിടെ കളിക്കാനും കാര്യത്തിനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇതാ. കുട്ടികളെ ഇവിടെ കളിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ച് സമയം ഇവിടെ ചിലവാക്കാൻ. അങ്ങനെ അത് കുട്ടികളെ നമ്മളവിടെ ആക്കി, പാർക്കിലാക്കി നമ്മളിതാ വണ്ടി ചാർജ് ചെയ്യാൻ പോവുകയാണ്. വണ്ടി ചാർജ് ചെയ്ത് പിന്നീട് നമ്മൾ വീണ്ടും നിഷാദ് ഭായിയുടെ വീട്ടിലേക്കൊന്ന് പോയി. ഓഫീസിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. ഓഫീസിലും പോയി. അതൊക്കെ അത് നിഷാദ് ഭായിൻ്റെ വീട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയോടെ വീട്ടിലുണ്ട്. നിഷാദ് ഭായിയുടെ വീട്ടിലാണ്. നിഷാദ് ഭായിൻ്റെ വീട്ടിലാണ്. ഇതാ രാജാത്തീസ് എന്നുള്ള വീട്. ഇതാ. അപ്പോൾ താങ്കൾ വീടൊക്കെ പരിസരമൊക്കെ ഒന്ന് കണ്ട്. കുട്ടികളൊക്കെ അവിടെ പാർക്കിലാണ്. അപ്പോൾ അവരായിട്ട് പിന്നെ ഒരു ദിവസം വരാം. നിഷാദ് ഭായിൻ്റെ അടുത്ത് നിന്ന് കുറേ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് പിന്നീട് അവൻ്റെ വീട്ടിലെ പരിസരവും അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ അവന് കാണിച്ചു തന്നെ. മീൻ കൃഷിയും പച്ചക്കറി കൃഷിയൊക്കെ അവിടെ നടത്തുന്നുണ്ട് അവന്. വടിമക്കുടി വരും. ഇതൊക്കെ ശരി. ഇതാണ് അസോള മീൻ കൃഷി. ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുള്ളി താറാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. താറാവിനും മീനുകൾക്കൊക്കെ നല്ലതാണ് ഇതല്ലേ. മീൻ തിന്നൂല. അങ്ങനെ നിഷാദ് ഭായിനോട് യാത്ര പറഞ്ഞ് നമ്മളിതാ വീണ്ടും പാർക്കിൽ വന്നു, ഇൻലാൻഡ് പാർക്കിൽ. അവിടെ നിന്ന് ഇനി കുട്ടികളെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകണം. ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഈ പാർക്കിൽ. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പല റൈഡുകളുണ്ട്. കുട്ടികൾക്കുള്ള ചാടി കളിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഈ ഇൻലാൻഡ് പാർക്കിൽ. ഇൻലാൻഡ് പാർക്കാണ്. പാർക്കിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ മോൾക്ക് വിചാരിച്ച പോലെ തന്നെ ഒരു പൂച്ചക്കുട്ടിനെയും കിട്ടി. അവിടുന്ന് അതിഥിയായ പൂച്ചക്കുട്ടിനെയും കിട്ടിയ സന്തോഷത്തിലാണ് ഇപ്പോൾ അവള് പോരുന്നത്. അങ്ങനെ നമ്മൾ ചെർപ്പളശ്ശേരി എത്തി. ഞങ്ങൾ തിരിച്ചതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒറ്റപ്പാലത്തേക്ക് പോവാം. പക്ഷേ സമയമില്ല, ഉച്ച ആയതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. സമയം കുറേ വൈകി, ക്ലിയറില്ലല്ലോ അതാണ്. അങ്ങനെ നമ്മളിതാ പട്ടാമ്പി എത്തുന്നതിന് മുമ്പേ ട്രെയിൻ പോവുകയാണ്. ട്രെയിനിൻ്റെ ഒരു ബ്ലോക്ക് കണ്ട്. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയപ്പോൾ അതൊരു ട്രെയിൻ പോയി. പട്ടാമ്പിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നപ്പോൾ നെടുവട്ടത്തുനിന്ന് തിരുവേഗപ്പുറ പാലം പണി ആയതുകൊണ്ട് അവിടെ റോഡ് പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെങ്ങാട് വഴി അത്തിപ്പറ്റ വഴിയാണ് നമ്മൾ വളാഞ്ചേരിക്ക് വന്നത്. വളാഞ്ചേരിയിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ കൂടി അവിടെ അത്തിപ്പറ്റയിൽ കാണാനുണ്ട്. അലിക്ക എന്ന് പറയും. അലിക്കാൻ്റെ അടുത്ത് കൂടി ഒന്ന് കടന്നിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അലിക്കാൻ്റെ വീട്ടിലെത്തി. അലിക്കാനൊക്കെ കണ്ട് സന്ദർശിച്ച് രാത്രി ആയിക്കിട്ട് പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ വളാഞ്ചേരി വഴിയാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയത്. അലിക്കാനായിട്ട് കുറേ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകണേ. അങ്ങനെ മോള് പറഞ്ഞതുപോലെ തന്നെ അവൾക്ക് നല്ലൊരു അതിഥി പൂച്ചയെ കിട്ടിയ സന്തോഷത്തിലാണ് അവളൊന്ന്